സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം ഇന്ത്യ ഇതുവരെ കാണാത്ത ഒരു സമരത്തിന് രൂപം നൽകുകയും അത് വിജയം കാണുകയും ചെയ്തത് മാത്രമല്ല, ജന്തർ മന്ദറിലെ CJP സമരത്തിൻ്റെ പ്രത്യേകത അത് പുതിയ ഒരു സമരരീതി രാജ്യത്തിന് കാഴ്ചവെച്ചു എന്നതാണ്. സമരത്താൽ രൂപം കൊണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ. അഹിംസ, നിസ്സഹകരണം, സത്യഗ്രഹം, ഇങ്ങനെ ഗാന്ധിജി ഇന്ത്യക്കാരെ പഠിപ്പിച്ച സമരരീതികളുണ്ട്. ഈ മൂല്യങ്ങളെ ഒന്നും കൈവിടാതെ തന്നെ ഈ സമരം വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സമരഭാഷ കൊണ്ടാണ്. അത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു, ഭരണഘടനാ മൂല്യങ്ങളെ. അതേസമയം പരമ്പരാഗതമായ വാർപ്പ് മാതൃകാ സമരങ്ങളെ തള്ളിക്കളയുന്നു. ഒരു തരം ഫിൽറ്ററുകളുമില്ലാത്ത വളരെ റോ ആയ ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കാവുന്ന മീം കൾച്ചറിൻ്റെയും വിരുദ്ധോക്തികളുടെയും ആക്ഷേപഹാസ്യത്തിൻ്റെയും സാധ്യതകളെ സമരവുമായി വിളക്കിച്ചേർക്കുന്നു. ജെൻ സി അവരുടെ തന്നെ ഓൺലൈൻ ഭാഷയെ ഒരു ഓഫ്ലൈൻ സമരത്തിലേക്ക് മനോഹരമായി, ഒട്ടും ഹിംസാത്മകമല്ലാതെ വിളക്കിച്ചേർക്കും. അരാഷ്ട്രീയ തലമുറയെന്ന് തങ്ങളുടെ മാതാപിതാക്കളാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു തലമുറ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് അവരെ വിനീതമായി എന്നാൽ ഉറച്ച ബോധ്യത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ഐഡിയോളജിയുടെയും ഭാരമില്ലാതെ തന്നെ. പാറ്റകളെന്ന് സ്വയം വിളിച്ചതിൽ തന്നെയുണ്ട് ജൻസികളുടെ രാഷ്ട്രീയം. തങ്ങളെ പരിഹസിക്കാൻ ഉപയോഗിച്ച വാക്കിനെ തന്നെ അവർ തങ്ങളുടെ ഐഡന്റിറ്റി ആക്കുന്നു. പരിഹാസത്തെ ശാക്തീകരണമാക്കുന്നു. പാറ്റകളുടെ മുഖംമൂടികളും കോസ്റ്റ്യൂമും ഉപയോഗിച്ച് ഒരു കീടമായ പാറ്റയെ ഒരു ശക്തനായ ജീവിയായി അവതരിപ്പിക്കുന്നു. ദുർബലനായ കീടമായി പരിഗണിക്കപ്പെടുന്ന ജീവിയുടെ അതിജീവന സാധ്യത, പെറ്റുപെരുകാനുള്ള കഴിവ്, ഏത് സാഹചര്യത്തിലും പൊരുതി നിൽക്കാനുള്ള ശേഷി എന്നീ സവിശേഷതകളെ അതിൻ്റെ ശക്തിയായി അവതരിപ്പിക്കുന്നു. ദളിത് രാഷ്ട്രീയത്തിലും ആഫ്രോ അമേരിക്കൻ രാഷ്ട്രീയത്തിലും നമുക്ക് സമാനമായ സ്ട്രാറ്റജി കാണാം. ഓൺലൈൻ ഹ്യൂമറിനെ സമരായുധമാക്കുകയാണ് ജെൻസി ചെയ്തത്. കേവലം വാക്കുകളിൽ മാത്രമല്ല, സമരഭൂമിയിൽ അത് പ്രകടനപരമായി അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നു. ചോർച്ചയെ ആർത്തവവുമായി ബന്ധിപ്പിക്കുന്നു. ഡയപ്പറിനെ ഹാസ്യാത്മകമായ സമരവസ്തുവാക്കുന്നു. കൊറോണയെ അകറ്റാൻ പാത്രം കൊട്ടാൻ പറഞ്ഞ മോദിയെ സമരഭൂമിയിൽ നല്ല കൊട്ടുകൊട്ടുന്നു. ഇതുവരെ ഇന്ത്യ കണ്ട സമരങ്ങളുടെ പ്രത്യേകത വമ്പൻ വിപ്ലവ മുദ്രാവാക്യങ്ങളുടെ അമിത ഭാരമായിരുന്നുവെങ്കിൽ ഇവിടെ പോപ്പ് കൾച്ചറിനെ മുദ്രാവാക്യങ്ങളുമായി സന്നിവേശിപ്പിക്കുന്നു. അതുവഴി ഭരണകൂടത്തിലുള്ള തങ്ങളുടെ അവിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. റീലുകളെ ഒരു പ്രധാന സമരായുധമാക്കി മാറ്റി ജൻസി സമരക്കാർ. സമരഭൂമിയിൽ നിന്ന് പരമ്പരാഗത മാധ്യമങ്ങളിലൂടെ ലോകത്തെ അഭിസംബോധന ചെയ്തില്ല അവർ. പകരം ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ അവർ അവരുടെ മുൻ തലമുറയോടും സമരത്തിൽ പങ്കെടുക്കാത്ത സമപ്രായക്കാരോടും സംവദിച്ചു. വരണ്ട മുദ്രാവാക്യങ്ങളും ഐഡിയോളജിക്കലി ഓവർലോഡായതുമായ പ്രസംഗങ്ങളല്ല, ലഘുവായ, ആസ്വാദ്യമായ, ഹ്യൂമറസായ ചെറു റീലുകളിലൂടെ അവർ അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. തങ്ങളെ തല്ലാൻ നിൽക്കുന്ന പോലീസിന് പൂവ് നൽകുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക എന്നിങ്ങനെ മാത്രമല്ല, ലാത്തി എന്തിയ പോലീസിന് മുന്നിൽ നിന്ന് ലിപ്സ്റ്റിക് ഇടുന്നത് പോലും ഒരു സമരരൂപമായി മാറി. സമരത്തെ തന്നെ അവർ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റാക്കി മാറ്റി. തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് മാത്രമല്ല, സമരഭൂമിയിൽ നിന്ന് കപ്പിൾ റീൽ, ഡേറ്റിംഗ് റീലുകൾ പോലും ഉണ്ടായി. പ്രണയവും തമാശയും നൃത്തവും പാട്ടുമൊക്കെ സമരമായി മാറുന്ന അതിമനോഹര കാഴ്ച. ഈ കാഴ്ചകൾ ലോകത്ത് ആദ്യമായി സംഭവിക്കുന്നതല്ല. ഇതേ മീം കൾച്ചർ മുല്ലപ്പൂ വിപ്ലവകാലത്ത് ഉത്തരാഫ്രിക്കൻ അറബ് നാടുകളിൽ നാം കണ്ടതാണ്. ഏകാധിപതികളെ കോമാളികളാക്കുകയായിരുന്നു ആ സമരരീതി. പാറ്റകളായി സ്വയം മാറിയ സമരരീതിക്ക് ഹോങ്കോങ്ങിലെ ജനാധിപത്യ പ്രക്ഷോഭവുമായി സാമ്യമുണ്ട്. വെള്ളം പോലെയാവുക എന്ന ബ്രൂസ്ലിയുടെ ആയോധന രീതിയാണ് ഇവിടെ പ്രക്ഷോഭകർ സ്വീകരിച്ചത്. ഐസ് പോലെ കരുത്ത്, വെള്ളം പോലെ ആകൃതിയില്ലാതെ, കേന്ദ്രീകൃത നേതൃത്വമില്ലാതെ ഒത്തുകൂടുക, മഞ്ഞുപോലെ ചിതറുക, അതായത് ആക്ഷന് ശേഷം പോലീസ് എത്തും മുമ്പ് രക്ഷപ്പെടുക, മഞ്ഞുപോലെ മാഞ്ഞു പോവുക. ഇതായിരുന്നു ആ രീതി. ഫ്രാൻസിലെ യെല്ലോ വെസ്റ്റ് സമരത്തിലും ബ്രസീലിലെ ജെയർ ബോൾസനാരോയ്ക്കെതിരായുള്ള സമരങ്ങളിലും ഉപയോഗിച്ച രീതിയിൽ കാർട്ടൂണുകളും മീമുകളും ഇവിടെയും കാണാവുന്നതാണ്. ഈ തലമുറ ആഗോള രാഷ്ട്രീയവുമായി എത്രമാത്രം കണക്റ്റഡ് ആണ് എന്നാണ് ഇത് കാണിക്കുന്നത്. കോക്രോച്ചുകളുടെ സമരത്തിൽ തെറി, അശ്ലീലം എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഫിൽറ്ററും ഇല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ പോളിഷ് ചെയ്ത ഭാഷയോടുള്ള കലാപമായി ഇതിനെ കാണാം. ഉത്തരേന്ത്യൻ ഹിന്ദി മേഖലയിൽ ദൈനംദിനം ഉപയോഗിക്കുന്ന തെറിവാക്കുകളോ അവയുടെ ചുരുക്കരൂപമോ ധാരാളമായി റീലുകളിലും പ്ലക്കാർഡുകളിലും ഉപയോഗിക്കപ്പെട്ടു. ഈ തെറിവാക്കുകൾ പോലും ആക്രമണോത്സുകമായല്ല, തമാശയായോ ആക്ഷേപഹാസ്യമായോ ആണ് ഉപയോഗിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. സംസ്കാരികളായ തങ്ങളുടെ മധ്യവർഗ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ അസ്വീകാര്യമായ ഭാഷയാണത്. പക്ഷേ ജെൻസി യൂണിവേഴ്സിൽ അത് പോപ്പ് കൾച്ചറിൻ്റെ ഭാഗവുമാണ്. ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ ആകുലതകളും ഭരണവർഗത്തോടുള്ള അസംതൃപ്തിയും തന്നെയാണ് ഈ സമരത്തിൻ്റെ ജീവവായു എന്ന് വ്യക്തമാണ്. അപ്പോഴും ഇന്ത്യൻ മധ്യവർഗത്തെ ലക്ഷ്യമാക്കി സംഘപരിവാർ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തെ പുതിയ തലമുറ തള്ളിക്കളയുക മാത്രമല്ല, പരിഹസിച്ച് ആട്ടിയോടിക്കുക കൂടിയാണ്. 1.5 പതിറ്റാണ്ടോളമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇന്ത്യയിൽ നടന്നുവരുന്ന വർഗീയ പ്രചാരണം
ഇന്ത്യൻ മധ്യവർഗത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കളാക്കി മാറ്റിയെങ്കിൽ തങ്ങളാരും ആ യൂണിവേഴ്സിലേ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന പ്ലക്കാർഡുകളും റീലുകളുമാണ് സമരായുധങ്ങളായി നാം കണ്ടത്. സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ആദ്യ ശ്രോതാക്കളുടെ മക്കൾ ഒന്നുകിൽ അതിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കുന്നു, അല്ലെങ്കിൽ ആ വിദ്വേഷ പ്രചാരണം നടക്കുന്ന യൂണിവേഴ്സിൽ അല്ല അവരുള്ളത്. ഫേസ്ബുക്കും ട്വിറ്ററും ഇന്ത്യയിൽ സജീവമാകുന്നത് 2009 മുതൽ 2011 വരെയുള്ള കാലത്താണ്. 2013-14 കാലത്ത് സ്മാർട്ട് ഫോൺ വിപണി സജീവമാവുകയും ഇൻ്റർനെറ്റ് സാർവത്രികമാവുകയും ചെയ്തതോടെയാണ് സാമൂഹിക മാധ്യമങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ തുടങ്ങുന്നത്. ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റ്, അതിൻ്റെ ഉപോൽപ്പന്നമായ ആം ആദ്മി പാർട്ടി എന്നിവ UPA സർക്കാരിന് അന്ത്യം കുറിക്കുക മാത്രമല്ല മോദി ഭരണത്തിന് തുടക്കം കുറിക്കുക കൂടിയാണ് ചെയ്തത്. ഫേസ്ബുക്കിന് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള രാജ്യമായി ഇന്ത്യ മാറി. ഫേസ്ബുക്ക് വാട്സാപ്പ് എന്ന മെസ്സഞ്ചർ ആപ്പ് ഏറ്റെടുത്തതും ഈ കാലത്താണ്. ഈ രണ്ട് സാമൂഹിക മാധ്യമങ്ങളായിരുന്നു വിദ്വേഷ പ്രചാരണത്തിനുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ. മോദി അധികാരത്തിലെത്തും മുമ്പ് റിലയൻസ് കോർപ്പറേഷൻ 80-ലധികം മാധ്യമ സ്ഥാപനങ്ങൾ വിലക്കെടുത്തതോടെ മുഖ്യധാരാ മാധ്യമങ്ങളും വിദ്വേഷവാഹകരായി മാറി. 2014 മോദി അധികാരത്തിലെത്തുമ്പോൾ രാജ്യത്തെ പൊളിറ്റിക്കൽ നരേറ്റീവ് സൃഷ്ടിക്കുക മാത്രമല്ല ഇതുവഴി ചെയ്തത്, പൗരന്മാരുടെ ചിന്തകളെ പോലും ആൽഗോരിതം സ്വാധീനിക്കാൻ തുടങ്ങി. വിദ്വേഷ കൊലകൾ പതിവായി. ഈ സമയത്ത് കുട്ടികളായിരുന്നവരാണ് ഇന്ന് കൗമാരക്കാരോ യുവാക്കളോ ആയി ഭരണകൂടത്തെ മുട്ടുകുത്തിക്കുന്നത്. വിദ്വേഷം വമ്മിപ്പിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് അകലം പാലിച്ച ഈ തലമുറ ടിക്ടോക്കിലൂടെയും സ്നാപ്ചാറ്റിലൂടെയും പിന്നീട് ഇൻസ്റ്റഗ്രാമിലൂടെയും അവരുടെ യൂണിവേഴ്സ് തീർത്തു. ഇൻസ്റ്റഗ്രാം ജനറേഷൻ എന്ന് പരിഹസിക്കപ്പെട്ട ഈ തലമുറ യഥാർത്ഥത്തിൽ ആർജിച്ചെടുത്തത് ഭരണഘടനാ മൂല്യങ്ങളും സമത്വാശയങ്ങളുമായിരുന്നുവെന്ന് ജന്തർ മന്ദറിലെ മുദ്രാവാക്യങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഭരണകൂടത്തിൻ്റെ വലിയേട്ടൻ നോട്ടങ്ങളെ അതിജീവിച്ചവർ ടെലഗ്രാമിലും വൈബറിലും ഡിസ്കോഡിലും മാറി മാറി താവളങ്ങൾ ഒരുക്കി. ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ആപ്പായ ഡിസ്കോഡിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത ചർച്ചകൾ നടന്നത് എന്ന് കാണാം. സമരഭൂമിയിൽ ഇൻ്റർനെറ്റ് നിരോധിച്ചപ്പോൾ ബ്ലൂടൂത്ത് വഴി പ്രവർത്തിക്കുന്ന ബിറ്റ്ചാറ്റ് ഉപയോഗിച്ചായിരുന്നു ആശയവിനിമയം. പാർലമെൻറ്റ് മാർച്ച് കഴിഞ്ഞ ഉടൻ കേന്ദ്ര സർക്കാർ ബിറ്റ്ചാറ്റ് നിരോധിച്ചത് ഓർക്കുക. ഈ സമരം ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾക്കൊപ്പം ഭാവിയിൽ ഇത്തരം സമരങ്ങളെ നേരിടാനുള്ള പാഠങ്ങൾ ഭരണകൂടത്തെയും പഠിപ്പിച്ചിട്ടുണ്ട്. ജൻസിയുടെ താവളമായ ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മോദി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടതും പാതിരാത്രിയിൽ ഫ്രണ്ട്സ് എന്ന് വിളിച്ച് പ്രധാനമന്ത്രി സമരക്കാരെ അഭിസംബോധന ചെയ്തതും ഒരു ഉദാഹരണമാണ്. പാറ്റകളുടെ താവളങ്ങളിൽ കയറി ഹിറ്റടിക്കാനാണ് ഭരണകൂടത്തിൻ്റെ ശ്രമം. ബിറ്റ്ചാറ്റ് നിരോധിച്ച സർക്കാർ നീറ്റ് പരീക്ഷാ ചോർച്ച അടയ്ക്കാനെന്ന് പറഞ്ഞ് ടെലഗ്രാമിനെതിരെയും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇൻസ്റ്റഗ്രാമിലായിരിക്കും മോദിയുടെയും കൂട്ടരുടെയും അടുത്ത ശ്രദ്ധ. ജൻസി ഉപയോഗിച്ചു വരുന്ന മെസ്സഞ്ചർ ആപ്പുകളിലും ഇനി നിയന്ത്രണം വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാലും ഈ സർക്കാരിനെതിരായ എല്ലാ വിഭാഗം ജനങ്ങളിലുമുള്ള അസംതൃപ്തി പ്രകടമായി കഴിഞ്ഞു. അത് ജന്തർ മന്ദറിൽ മാത്രമല്ല, ബീഹാറിലും മുംബൈയിലും കൊൽക്കത്തയിലുമെല്ലാം പ്രകടമാണ്. പുതിയ തലമുറ വഴി കാണിച്ചു കഴിഞ്ഞു. മുതിർന്ന തലമുറ അത് ഏറ്റെടുക്കുമോ എന്ന് മാത്രമാണ് ചോദ്യം.